ഗുഡ് ഈവനിങ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന പോയം എന്ന് പറയുന്നത് യു ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ്. സോ ദിസ് പോയം ഇസ് റിട്ടൺ ബൈ ദി ഫേമസ് നൈജീരിയൻ പോയറ്റ് ഗബ്രിയൽ ഒക്കാര. ഗബ്രിയൽ ഒക്കാരയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ് യു ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ, ഈ ഒരു പോയത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും. ഇവിടെ യു എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഇവിടെ ചിരിക്കുന്നതിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് മേ ബി നമുക്ക് തോന്നാം. സോ ഇവിടെ യു എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റാരുമല്ല, വൈറ്റ് പീപ്പിളാണ്, ഓർ ദി കൊളോണിയലിസ്റ്റുകളെയാണ് ഇവിടെ യു എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് അവർ എന്തിനെക്കുറിച്ചാണ് ലാഫ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി ദേ ആർ മോക്കിംഗ് ദി ട്രഡീഷണൽ വേസ് ഓർ ദി കൾച്ചർ, ദി സൗണ്ട്സ് ആൻഡ് ദി കളർ ഓഫ് ദി ബ്ലാക്ക് പീപ്പിൾ, അല്ലെങ്കിൽ ആഫ്രിക്കൻ പീപ്പിളിൻ്റെ അവരുടെ ട്രഡീഷനെയും അവരുടെ ഡാൻസ് ഫോംസിനെയും ഒക്കെ കളിയാക്കി ചിരിക്കുന്നതിനെയാണ് ഇവിടെ ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അപ്പോൺ ദി റൈറ്റർ. സോ ഗബ്രിയൽ ഒക്കാര, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ഗബ്രിയൽ ഇമോമോട്ടിമി ബെയ്ഗെയിൻ ഒക്കാര എന്നുള്ളതാണ്. ആൻഡ് ഹി വാസ് എ നൈജീരിയൻ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്. 2019 അദ്ദേഹം മരണപ്പെടുന്നത്. സോ നൈജീരിയൻ റൈറ്റേഴ്സിൽ ഫേമസ് റൈറ്റേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പേരാണ് ഗബ്രിയൽ ഒക്കാര എന്ന് പറയുന്നത്. സോ ഹിസ് പോയട്രി ഈസ് ഓഫൻ സീൻ ആസ് ബേസ്ഡ് ഓൺ എ സീരീസ് ഓഫ് കോൺട്രാസ്റ്റ് ആൻഡ് റീകൺസീലിയേഷൻ ഓഫ് എക്സ്ട്രീംസ് ഓഫ് എക്സ്പീരിയൻസസ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ റെക്കറിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന തീംസാണ് റീകൺസീലിയേഷൻ, നമ്മുടെ ലൈഫിലുണ്ടാവുന്ന എക്സ്പീരിയൻസസ് ബേസ് ചെയ്തിട്ടുള്ള റീകൺസീലിയേഷൻസ് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ ഓഫനായിട്ട് കാണുന്ന തീംസ് എന്ന് പറയുന്നത്. ആൻഡ് ഹീ ഈസ് കൺസിഡർഡ് ആസ് വൺ എമംഗ് ദി ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ആഫ്രിക്കൻ ലിറ്ററേച്ചറിൻ്റെ മോഡേൺ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗബ്രിയൽ ഒക്കാര എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് റൈറ്റിങ്സ് എന്നൊക്കെ പറയാനാണെങ്കിൽ ദ ഫിഷർമാൻസ് ഇൻവൊക്കേഷൻ, ദ ഡ്രീമർ, ഹിസ് വിഷൻ, ആസ് ഐ സീ ഇറ്റ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് കളക്ഷൻസ് ഓഫ് പോയട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ 1979 he was awarded the Commonwealth Poetry Prize. So the poem that we have to study, that is You Laughed and Laughed and Laughed. This particular poem depicts the life of African people who face the derision of the whites. വൈറ്റ് പീപ്പിളിൻ്റെ അവഗണന അല്ലെങ്കിൽ അവരുടെ മോക്കറി, അവരുടെ കളിയാക്കലുകൾ അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ആഫ്രിക്കൻ പീപ്പിളിനെ കുറിച്ചാണ്. സ്പെഷ്യലി ഇവിടെ എടുത്തു പറയുന്നത് നൈജീരിയ ആണ് എങ്കിൽ പോലും കോമൺ ആയിട്ട് ബ്ലാക്ക് പീപ്പിളിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന, വൈറ്റ് പീപ്പിളിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഗണനയും പരിഹാസവും ഒക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ അകത്ത് വരുന്നത്. സോ മെയിൻ തീം റിഗാർഡിങ് ദിസ് പോയം ഈസ് റേസിസം. നമുക്കറിയാം റേസിസം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റേസിസം ഇസ് എ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ദി സ്കിൻ കളർ. നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഡിസ്ക്രിമിനേഷനാണ് റേസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കറുത്ത വർഗ്ഗക്കാരെ മാറ്റി നിർത്തുക, അവരെ മാർജിനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ എന്തിനേയും കളിയാക്കുക, അവർ ചെയ്യുന്നതിനെ എല്ലാത്തിനെയും പരിഹസിക്കുകയൊക്കെ ചെയ്യുകയും ഓൺലി ബിക്കോസ് ഓഫ് ദിയർ കളർ, അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് റേസിസം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷനാണ്. സോ റേസിസം എന്ന് പറയുന്ന ഒരു തീമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ആയതുകൊണ്ട് മാത്രം അവർ നേരിടേണ്ടി വരുന്ന അവഗണനകളെക്കുറിച്ചാണ് ഈ പോയം പറയുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അപ്പോൺ ദി പോയം. You laughed and laughed and laughed. As I already told you, you here means the white people. And what are they laughing about? So white people are making fun of the dance, the culture, the color, the sounds and the actions of the black people. കറുത്ത വർഗ്ഗക്കാരുടെ അവരുടെ ട്രഡീഷൻസിനെയും ഡാൻസിനെയും കളറിനെയും സംസ്കാരത്തെയും അവരുടെ സൗണ്ട്സിനെയും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും കളിയാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ദേ ആർ മേക്കിംഗ് ഫൺ ഓഫ് ഇറ്റ്, അതിനെയാണ് ഇവിടെ ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ യോർ ഇയേഴ്സ് മൈ സോങ് ഇസ് motor car misfiring,
stopping with a choking cough, and you laughed and laughed and laughed. So ഇവിടെ in your ears, your means in വൈറ്റ് ഇയേഴ്സ്, വെള്ളക്കാരുടെ ചെവിയിൽ മൈ സോങ് മീൻസ് ദ സോങ് ഓഫ് ബ്ലാക്ക് പീപ്പിൾ, കറുത്ത വർഗ്ഗക്കാരുടെ പാട്ട്, സംഗീതം എങ്ങനെയാണ് വൈറ്റ് പീപ്പിളിന് കേൾക്കുന്നത്? ഈസ് മോട്ടോർ കാർ മിസ് ഫയറിങ് സ്റ്റോപ്പിംഗ് വിത്ത് എ ചോക്കിംഗ് കഫ്. അതായത് നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ആവാനായിട്ട് പ്രശ്നമുണ്ടാവുന്ന മോട്ടോർ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അങ്ങനെ കാർ ഫെയിൽസ് ടു സ്റ്റാർട്ട്, ഇറ്റ് ക്രിയേറ്റ്സ് എ ഹാഷ് വോയിസ് അല്ലെ, ആ ഒരു എൻജിൻ ബ്രേക്ക് ആവുന്ന അല്ലെങ്കിൽ ആ ഒരു എൻജിൻ്റെ ബ്രേക്കിൻ്റെ ഒരു ഹാഷ് ആയിട്ടുള്ള വോയിസ് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഫെയിൽസ് ടു സ്റ്റാർട്ട്, നമ്മളൊരു ഹാഷ് വോയിസ് കേൾക്കും. സോ for the white people, the song of the black people is like this harsh voice. അപ്പോൾ അവിടെ കളിയാക്കുകയാണ്, അവരുടെ സംഗീതത്തിനെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കാതുകൾക്ക് ഞങ്ങളുടെ സംഗീതം ഇങ്ങനെയാവും കേൾക്കുന്നത്, ഹാഷ് വോയിസ് ആയിട്ട്, എൻജിൻ്റെയോ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെയോ ഒക്കെ ഹാഷ് വോയിസ് ആയിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ആൻഡ് യു ലാഫ്ഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ലാഫ്, നിങ്ങൾ അതിനെ കളിയാക്കി ചിരിച്ചു. ഇൻ യുവർ ഐസ് മൈ ആൻറ്റിനേറ്റൽ വാക്ക് വാസ് ഇൻഹ്യൂമൻ, passing your omnivorous understanding, and you laughed and laughed and laughed. So ഹിയർ ഇൻ യുവർ ഐസ്, അതായത് കാഴ്ചയുടെ കാര്യം പറയുകയാണ്. നേരത്തെ ഇയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. സോ അവിടെ കേൾവി, നമ്മുടെ ഓരോ സെൻസസിനെയും ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കേൾവിയുടെ കാര്യം പറഞ്ഞു. വെൻ യു ഹിയർ അവർ സോങ്, you feel it like a harsh voice of an engine or brake of a car which fails to start. ഇനി നിങ്ങൾക്ക് എൻ്റെ ആൻറ്റിനേറ്റൽ വോക്ക്, ആൻറ്റിനേറ്റൽ മീൻസ് ഹിയർ, ആൻറ്റിനേറ്റൽ ആക്ച്വലി മീൻസ് ദ വേ എ പ്രഗ്നൻറ്റ് വുമൻ വോക്സ്, അതിനെയാണ് ആൻറ്റിനേറ്റൽ വോക്ക് എന്ന് പറയുന്നത്. ബട്ട് ഹിയർ ഇറ്റ് പോർട്രീസ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ക്ലംസി വോക്ക്. ആ ഒരു ഇവരുടെ വോക്കിനെ പറയുന്നതാണ്. ഇവരുടെ വേ ഓഫ് വാക്കിംഗ്, അതായത് ആഫ്രിക്കൻ പീപ്പിളിൻ്റെ ആ ഒരു ഫിസീക്ക് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഫാർ മോർ സ്ട്രോങ്ങർ ദാൻ ദി വൈറ്റ്സ്. അവരുടെ ഫിസീക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ബ്ലാക്ക് പീപ്പിൾ എന്ന് പറയുന്നത്. സോ അവരുടെ വേ ഓഫ് വാക്കിംഗ് എന്ന് പറയുന്നതും അതിനനുസരിച്ച് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഫിസീക്കിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ വൈറ്റ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വാക്ക് എന്ന് പറയുന്നത് ഇറ്റ് സീംസ് ടു ബി ക്ലംസി, അതൊരു ഇൻഹ്യൂമൻ വാക്ക് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് പാസിങ് യുവർ omnivorous understanding means undiscriminating understanding. You laughed and laughed and laughed. വീണ്ടും എന്താണ് നിങ്ങൾ ഞങ്ങളുടെ ആ ഒരു നടത്തം, ദ വേ വി വാക്ക്, അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിലും നിങ്ങൾ പരിഹാസം കണ്ടെത്തുകയാണ്. യു ലാഫ്ഡ് അറ്റ് മൈ സോങ്, യു ലാഫ്ഡ് അറ്റ് മൈ വാക്ക്. അപ്പോൾ അവിടെ ദ ബ്ലാക്ക് പീപ്പിൾ ഇസ് ട്രൈയിങ് ടു എക്സ്പ്രസ് ദെയർ ഇമോഷൻ, ദെയർ പെയിൻ ത്രൂ ദാറ്റ് ലൈൻസ്. ദാറ്റ് ഇസ് യു ലാഫ്ഡ് അറ്റ് മൈ സോങ്, ഞങ്ങളുടെ സംഗീതത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, കളിയാക്കി. ആൻഡ് യു ലാഫ്ഡ് അറ്റ് മൈ വാക്ക് ബിക്കോസ് യു ലാഫ്ഡ് ദ വേ വി വോക്സ്, ഓർ ഞങ്ങളുടെ ഫിസിക്കൽ സ്ട്രക്ചർ കണ്ടിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ചിരിക്കുന്നത്. അപ്പോൾ ആ സോങ് എന്ന് പറയുന്നത് നമുക്കറിയാം, സംഗീതം എന്ന് പറയുന്നത് വെറും പാട്ട് കുറേ വരികൾ എഴുതി ചേർക്കുന്നത് മാത്രമല്ല, ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ഇമോഷൻ. ആ ഒരു വിഭാഗം ആളുകളുടെ ഇമോഷനൊക്കെ കൊണ്ടിട്ടാണ് ഓരോ പാട്ടും വരുന്നത്. അപ്പോൾ ഈ ആഫ്രിക്കൻസിൻ്റെ സോങ്സ് എന്ന് പറയുന്ന ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ദി ഇമോഷൻസ്, ദ പെയിൻ ദാറ്റ് ദേ ആർ ഗോയിങ് ത്രൂ, ഇതെല്ലാം ആ സംഗീതത്തിലുണ്ട്. അപ്പോൾ ആ സംഗീതത്തിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കളിയാക്കുന്നത്. സോ അതിനെ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, യു ലാഫ്ഡ് അറ്റ് മൈ സോങ് ആൻഡ് യു ലാഫ്ഡ് അറ്റ് മൈ വാക്ക്. വാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ദ വേ ഓഫ് വാക്കിംഗ് ആൻഡ് ഓൾസോ ദെയർ ഫിസിക്കൽ സ്ട്രക്ചർ. Then I danced my magic dance to the rhythm of talking drums pleading, but you shut your eyes and laughed and laughed and laughed. അപ്പോൾ അടുത്തെന്താ പറയുന്നത്? സോ അടുത്ത സോങ് കഴിഞ്ഞു, ആൻഡ് യു ലാഫ്ഡ് അറ്റ് മൈ സോങ്, യു ലാഫ്ഡ് അറ്റ് ദ വേ ഐ വോക്ക്, ആൻഡ് ദെൻ ഐ ഡാൻസ്ഡ്. അവരുടെ കൾച്ചറൽ ഡാൻസ്, ആ ഒരു റിത്തമിനനുസരിച്ച്, ആ ഒരു ഡ്രംസിൻ്റെ റിത്തമിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഞങ്ങൾ ഡാൻസ് ചെയ്തപ്പോൾ വാട്ട് യു ഡിഡ് വാസ് യു ഷട്ട് യുവർ ഐസ്, നിങ്ങൾ എന്ത് ചെയ്തു, അത് കാണാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അടച്ചു. ആൻഡ് ഇറ്റ് ഷോസ് എ കൈൻഡ് ഓഫ് ഇൻസൾട്ട് ടുവേർഡ്സ് ദി ആഫ്രിക്കൻസ്. നമുക്ക്
എന്തെങ്കിലും ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇഫ് വി ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോഗ്രാം, നമ്മൾ എന്ത് ചെയ്യും, അത് കാണാതിരിക്കാൻ ശ്രമിക്കും. കണ്ണടച്ചിരിക്കില്ല, ബട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവും. അപ്പോൾ ഇവിടെ പറയുന്നത് വെൻ ദേ ഡാൻസ്ഡ് ദ ആഫ്രിക്കൻ പീപ്പിൾ, അവരുടെ കൾച്ചറൽ ഡാൻസ്, അവരുടെ ആ ഒരു കൾച്ചറൽ മാജിക്കൽ ഡാൻസ് ചെയ്ത സമയത്ത് എന്താ ചെയ്തത്, ഈ വൈറ്റ് പീപ്പിൾ ദേ ഷട്ട് ദെയർ ഐസ്. ദാറ്റ് മീൻസ് ദേ ഇൻസൾട്ടഡ്, the white insulted them by shutting their eyes towards their dance. അവരുടെ ആ ഒരു കൾച്ചറൽ ഡാൻസിന് നേരെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവരുടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡാൻസിനെയും അവരെയും ഇൻസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് യു ലാഫ്റ്റ് ആൻഡ് ലാഫ്റ്റ് ആൻഡ് ലാഫ്റ്റ്. വീണ്ടും എന്താണ്, കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും ചെയ്തത് ആ ചിരി, അതായത് കളിയാക്കി ചിരിക്കുക തന്നെയാണ് ചെയ്തത്. ആൻഡ് ദെൻ ഐ ഓപ്പൺഡ് മൈ mystic inside wide like the sky. Instead you entered your car and laughed and laughed and laughed. അപ്പോൾ എന്താണ് അടുത്തെന്താ ചെയ്തത്, and then I opened my mystic inside wide like the sky. After that I opened the heart of the land. ഈ ഒരു ആഫ്രിക്കൻ ലാൻഡിൻ്റെ ആ ഒരു വണ്ടർ, അതായത് ആ ഒരു നേച്ചറിനെയും മറ്റുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആഫ്രിക്കൻ ലാൻഡിലെ ആ ഒരു വണ്ടർ എന്താണ് എന്ന ആ ഒരു ലാൻഡ്, ആഫ്രിക്കൻ ലാൻഡ് ആഫ്രിക്ക ആസ് എ ലാൻഡ് ഓഫ് വണ്ടേഴ്സ്. അപ്പോൾ ആ ഒരു വണ്ടേഴ്സ് ഉള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചറിനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിച്ചു. ഫോർ വാട്ട് പർപ്പസ്? ടു മേക്ക് യു അവെയർ അബൌട്ട് ദി ബ്യൂട്ടി ഓഫ് ദിസ് നേച്ചർ. ഈ ഒരു നമ്മുടെ, അതായത് ബ്ലാക്ക് പീപ്പിളിൻ്റെ നേച്ചറുമായിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കി തരാനായിട്ട്, വൈറ്റ് പീപ്പിളിനെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാനായിട്ട് ബ്ലാക്ക് പീപ്പിൾ ഓപ്പൺ ദി ലാൻഡ് ഓഫ് ആഫ്രിക്ക വിച്ച് കണ്ടെയ്ൻസ് ഫുൾ ഓഫ് വണ്ടേഴ്സ്. പക്ഷേ അതിനും ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ഈ ഒരു നേച്ചറിനെ കാണുന്നതിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുന്നതിന് പകരം ദേ ജസ്റ്റ് എൻറ്റേർഡ് ഇൻ ടു ദെയർ കാർ ആൻഡ് ലാഫ്റ്റ് ആൻഡ് ലാഫ്റ്റ് ആൻഡ് ലാഫ്റ്റ്. അവരെന്താ ചെയ്തേ, അവരവരുടെ കാറുകളിൽ കയറുകയും വീണ്ടും അവർ ഈ ഒരു കളിയാക്കിയുള്ള ചിരിയാണ് അവിടെ വീണ്ടും പറയുന്നത്. സോ അവിടെ ആ ഒരു കണക്ഷൻ, ബ്ലാക്ക് പീപ്പിളിൻ്റെ നേച്ചറുമായിട്ടുള്ള കണക്ഷനെയാണ് കാണിക്കുന്നത്. ദി ബ്ലാക്ക് പീപ്പിൾ ആർ വെരി മച്ച് കണക്റ്റഡ് ടു ദ നേച്ചർ, ഓർ ഡീപ്ലി കണക്റ്റഡ് ടു ദി നേച്ചർ. അവർ വളരെ ക്ലോസ് കമ്മ്യൂണിയനിലാണ് ജീവിക്കുന്നത് നേച്ചറുമായിട്ട്. ബട്ട് വെയറാസ് ദി വൈറ്റ് ആർ നോട്ട് അറ്റ് ഓൾ കൺസേൺഡ് അബൌട്ട് നേച്ചർ. നേച്ചറിനെ കുറിച്ചൊരു കൺസേണോ അതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലോസ് കമ്മ്യൂണിയനോ ഒന്നുമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരായിട്ടാണ് വൈറ്റിനെ പറയുന്നത്. ആൻഡ് ഈവൻ വെൻ ദി ബ്ലാക്ക് പീപ്പിൾ ട്രൈസ് ടു ഷോ ദം ദി ലാൻഡ് ഓഫ് വണ്ടേഴ്സ്, അവർക്ക് ആ ഒരു വണ്ടർ ഉള്ള ആ ഒരു വേൾഡ് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ദേ ആർ നോട്ട് ലിസണിങ് ഓർ ദേ ആർ നോട്ട് റെഡി ടു വാച്ച് ഓൾ ദീസ് തിങ്സ്. അവരിതൊന്നും കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ ആസ്വദിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ദേ ജസ്റ്റ് എൻറ്റേർഡ് ഇൻ ടു ദെയർ കാർ ആൻഡ് ദേ ആർ ജസ്റ്റ് ലാഫിങ് again and again. So you laughed at my dance, you laughed at my inside. So എന്താ പറയുന്നത്, യു ലാഫ്റ്റ് അറ്റ് മൈ ഡാൻസ്, എൻ്റെ ഡാൻസിനെ നിങ്ങൾ കളിയാക്കിയാണ്. യു ലാഫ്റ്റ് അറ്റ് മൈ ഇൻസൈഡ്. യു ലാഫ്റ്റ് അറ്റ് മൈ ഇൻസൈഡ് മീൻസ് അവിടെ ആ ഒരു ലാൻഡിനെ കാണിച്ചു കൊടുത്തപ്പോഴും നിങ്ങൾ ചെയ്ത സെയിം കാര്യമാണ്. സോ യു ആർ ലാഫിങ് അറ്റ് അവർ ഓൺ കൾച്ചർ. ഞങ്ങളുടെ കൾച്ചറിനെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മോക്ക് ചെയ്യുന്നത്. യു ലാഫ്റ്റ് ആൻഡ് ലാഫ്റ്റ് ആൻഡ് ലാഫ്റ്റ്. But your laughter was ice block laughter, and it froze your inside froze. Your voice froze your ears, your eyes and froze your tongue. So in the you laughed and laughed and laughed. Or after saying all these things, the only thing you were doing was laughing. നിങ്ങൾ വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. But your laughter was ice block laughter. നിങ്ങളുടെ ആ ചിരി എന്ന് പറയുന്നത് ഇറ്റ് വാസ് സംതിങ് ഇമോഷൻലെസ്. അതിൽ യാതൊരു രീതിയിലുള്ള ഇമോഷൻസും എനിക്ക് പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ആൻഡ് ഇറ്റ് ഫ്രോസ് യുവർ ഇൻസൈഡ്, ഫ്രോസ് യുവർ വോയിസ്, ഫ്രോസ് യുവർ ഇയേഴ്സ്, ഫ്രോസ് യുവർ ഐസ് ആൻഡ് ഫ്രോസ് യുവർ ടങ്. ദാറ്റ് ഇസ്, യു ലോസ്റ്റ്, first of all, that laughter was something emotionless, and it froze your inside froze. That is, it doesn't have any warmth. നിങ്ങളുടെ ഉള്ളിൽ ഒരു warmth ഇല്ല. You lost your warmth. Your voice froze your ears. That is, there is no sense of understanding there. And froze your ears, froze your eyes, froze your tongue.
ഒരു രീതിയിലുള്ള എക്സ്പ്രഷനോ ദ വേ ഓഫ് എക്സ്പ്രസിങ് ഇതൊക്കെ അവിടെ ഫ്രോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ദ ബ്ലാക്ക് പീപ്പിൾ ഇസ് ട്രൈങ് ടു സേ ദാറ്റ് white people is completely devoid of emotions. അവർക്ക് യാതൊരു രീതിയിലുള്ള ഇമോഷൻസും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, they do not have the sense of understanding, they do not have the sense of expression, and their laughter is like an emotionless thing. ഒരു രീതിയിലുള്ള ഇമോഷൻസും അവർക്ക് അതിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് ബ്ലാക്ക് പീപ്പിൾ പറയുന്നത്. And now it's my turn to laugh, but my laughter is not ice block laughter, for I know not cars, no not ice blocks. അപ്പം എന്താ പറയുന്നത്? And now it's my turn to laugh. ഇനി എൻ്റെ ഊഴമാണ് ചിരിക്കാനുള്ളത്. പക്ഷേ എൻ്റെ ചിരി എന്ന് പറയുന്നത് but my laughter is not ice block laughter. My laughter is not something emotionless. എൻ്റെത് ഇമോഷൻലെസ് ആയിട്ടുള്ള ഒരു ചിരിയല്ല. For I know not cars, no not ice blocks. അതായത് എന്താ ഇവിടെ പറയുന്നത്? ബ്ലാക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ കാർ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിനെയാണ് കാണിക്കുന്നത്. സോ ബ്ലാക്ക് എന്ന് പറയുന്നത് എങ്ങനെയല്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ലക്ഷൂറിയസ് ലൈഫോ ജീവിക്കുന്ന ആൾക്കാരല്ല. ദേ ഹാവ് വാംത്ത് ഇൻ ദെയർ ഹാർട്ട് ആൻഡ് ദേ ആർ നോട്ട് ലൈക്ക് ദി കോൾഡ് വൈറ്റ് പീപ്പിൾ. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വാംത്ത് ഉണ്ട്. സോ അവർ ആരെ പോലെ അല്ല, വൈറ്റ് പീപ്പിളിനെ പോലെ അല്ല. അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പ്രകൃതിയെ കാണിച്ചു തരുമ്പോൾ ആ പ്രകൃതിയിലുള്ള വണ്ടേഴ്സിനെ മനസ്സിലാക്കാതെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലേക്ക് അല്ലെങ്കിൽ ലക്ഷൂറിയസ് ലൈഫിലേക്ക് ഓടിപ്പോകുന്ന വിഭാഗം ആളുകളല്ല ബ്ലാക്ക് പീപ്പിൾ എന്ന് പറയുന്നത്. സോ വി ഹാവ് ഇമോഷൻസ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് എന്താണ്, നൗ ഇറ്റ്സ് മൈ ടേൺ ടു ലാഫ്. അത് ഇറ്റ് ഷോസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്ലാക്ക് പീപ്പിൾ ടുവേർഡ്സ് ദി വൈറ്റ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ പരസ്പരമുള്ള ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്. And my laughter is the fire of the eye of the sky, the fire of the earth, the fire of the air, the fire of the seas and the rivers, fishes, animals, trees, and it thwart your inside, thwart your voice, thwart your ears, thwart your eyes, and thwart your tongue. So ഇവിടെ എന്താ, my laughter is the fire of the eye of the sky. അപ്പോൾ അവിടെ ആ ലൈൻസിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് പീപ്പിളിൻ്റെ കണക്ഷൻ വിത്ത് നേച്ചറാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. They are very much connected, they are closely connected with the nature. My laughter is the fire of the eye of the sky. എൻ്റെ ചിരി എന്ന് പറയുന്നത് is the fire of the eye of the sky, which indicates the sun. ഓക്കെ, സ്കൈയിലെ ഫയറായ സണ്ണിനെ പോലെ, എർത്തിനെ പോലെ, എയറിനെ പോലെ, അതായത് ഓരോ ജീവജാലങ്ങളുടെയും ഒരു എന്താണ് റെസിപ്രിക്കേഷനാണ് എൻ്റെ സ്മൈൽ എന്ന് പറയുന്നത്, എൻ്റെ ലാഫ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദെയർ കണക്ഷൻ വിത്ത് ദി nature. They created a fire by which they can melt the ice block laughter of whites. Even ഈ എന്താണ് ഇമോഷൻലെസ് ആയിട്ടുള്ള വൈറ്റ്സിൻ്റെ ലാഫ്റ്ററിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയർ അവർ ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ബ്ലാക്ക് പീപ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ദേ ആർ ഡീപ്ലി കണക്റ്റഡ് വിത്ത് ദി നാച്ചുറൽ എലിമെൻറ്റ്സ്. അതിനെയാണ് ആ ഒരു സൺ, അതുപോലെ തന്നെ ലൈറ്റ്നിങ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും അവിടെ പറയുന്നത് നാച്ചുറൽ എലിമെൻറ്റ്സിനെയാണ്. നേച്ചറുമായിട്ട് അത്രമാത്രം അവർ അടുത്ത് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. സോ a meek wonder held your shadow and you whispered, why so? And I answered, because my fathers and I are on by the living warmth of the earth through our naked feet. And ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ there was a gentle whisper from the വൈറ്റ്സ്. വൈറ്റ് റിയലൈസ്ഡ് ദി വണ്ടർ. അവർ ആ ഒരു വണ്ടർ മനസ്സിലാക്കിയിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എന്താണ് ആൻസർ പറഞ്ഞത്? ബ്ലാക്ക് എന്താ ആൻസർ പറഞ്ഞത്? ബിക്കോസ് മൈ ഫാദേഴ്സ് ആൻഡ് ഐ ആർ ഓൺ ബൈ ദ ലിവിങ് warmth of the earth. That is, they are closely in communication with the nature. They absorb the values of nature. They know the values of nature. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രകൃതിയുമായിട്ട് വളരെയധികം ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന വ്യക്തികളാണ്. സോ വി ഹാവ് ഇമോഷൻസ്, വി നോ ദി എർത്ത് ഓർ വി നോ ദി നേച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു നിങ്ങൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുമ്പോൾ ഞങ്ങൾ നേച്ചറുമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു എൻറ്റയർ പോയം എന്ന് പറയുന്നത്
നമുക്ക് കാണിച്ചു തരുന്നത്, first of all, the white is ridiculing the African people for their traditional ways by calling them as barbarians. അവരെ barbarians means illiterate അല്ലെങ്കിൽ പ്രാകൃതരായിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ വൈറ്റ് ആഫ്രിക്കൻ പീപ്പിളിനെ കളിയാക്കുകയാണ്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ഫോം, സോങ്, ഇതിനെയെല്ലാം കളിയാക്കുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. So the poem, which is an interaction between an African native and a white colonist, portrays the white attitudes towards the black and vice versa. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈറ്റിന് ബ്ലാക്കിനോടുള്ള ആറ്റിറ്റ്യൂഡും ബ്ലാക്കിന് വൈറ്റിനോടുള്ള ആറ്റിറ്റ്യൂഡുമാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ പോയത്തിൻ്റെ അകത്ത് കാണുന്നത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് we can see that unlike the whites, Africans are more connected to nature and they are not materialistic. They lead an organic life and are deeply connected with natural elements. So ഇവിടെ ആ ഒരു their attitude towards nature is also visible. അപ്പോൾ എങ്ങനെയാണ് ഈ വൈറ്റ് ആഫ്രിക്കൻസിൻ്റെ അവർ കൂടുതൽ നേച്ചറുമായിട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ടും അവരുടെ ട്രഡീഷണൽ വേസിനെയൊക്കെ കൂടുതൽ മുറുകെ പിടിക്കുന്നത് കൊണ്ടുമൊക്കെ എങ്ങനെയാണ് ഈ വൈറ്റ് പീപ്പിൾ ആഫ്രിക്കൻസിനെ കളിയാക്കുന്നത്? ഒൺലി ബിക്കോസ് ദേ ആർ ബ്ലാക്ക്. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഇവിടെ ഇത്രയുമൊക്കെ എന്താണ് കളിയാക്കൽ അവർ നേരിടേണ്ടി വരുന്നത്. പോയം വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കളിയാക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എങ്കിലും ഇറ്റ് ഹാസ് എ വെരി സ്ട്രോങ് തീം. റേസിസം എന്ന് പറയുന്ന എക്കാലത്തെയും ഒരു വലിയൊരു ബേണിംഗ് ഇഷ്യൂവിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഓൺലി ബിക്കോസ് ദേ ആർ ബ്ലാക്ക് അവർ എന്തുമാത്രം ഡിസ്ക്രിമിനേഷൻ, എന്തുമാത്രം പരിഹാസം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ പോയറ്റ് ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി, ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ പോയം എഴുതിയിരിക്കുന്ന പോയറ്റ് ഉൾപ്പെടെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും ഈ പോയത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹൗ ദിസ് പെർട്ടിക്കുലർ വൈറ്റ് പീപ്പിൾ റെഡിക്യൂൾ ദ ആഫ്രിക്കൻ പീപ്പിൾ only because they are black. കറുത്തുപോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവർ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ലൈഫ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. It's a very simple poem which contains a very deep thought. So hope you enjoy this poem.